ബൈക്ക് മോഷണമൊക്കെ നമ്മൾ സ്ഥിരം റിപ്പോർട്ട് ചെയ്യാറുള്ള വാർത്തയാണ്. ഒരുപക്ഷെ ഓട്ടോറിക്ഷയും കാറും വരെ ഒക്കെയാണ്. അത്തരം വാർത്തകളൊക്കെ നമ്മൾ ദിവസേന റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ പാലക്കാട് നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. ഒരു ബസ്സാണ് മോഷണം പോയത്. വെറും ബസ്സല്ല, KSRTC ബസ്. ഏതായാലും ഈ ബസ് മോഷ്ടിച്ചതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് KSRTC. ഇന്ന് പുലർച്ചെയാണ് അജ്ഞാതൻ ബസ് മോഷ്ടിച്ചത്. ബസ് ഉപയോഗിച്ച് മോഷ്ടാവ് നിരവധി കടകളും മതിലുകളും ഒക്കെ ഇടിച്ചു തകർത്തിട്ടുണ്ട്. ബസ്സിന് സാരമായ കേടുപാടും സംഭവിച്ചു. വൃത്തിയാക്കുന്നതിന് എത്തിച്ച KSRTC ബസ് മോഷണം പോയത് എങ്ങനെയെന്ന് അന്വേഷിക്കുമെന്ന് KSRTC ഇൻസ്പെക്ടർ സുബ്രഹ്മണ്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അമിത വേഗത്തിൽ ബസ് പോകുന്നത് കൊണ്ടാണ് അത് കണ്ടപ്പോഴാണ് മോഷണം തിരിച്ചറിഞ്ഞതെന്ന് ഷണ്ടിങ് യാർഡിലെ ഡ്രൈവർ നാസർ അലിയും പറയുന്നു. നമുക്ക് അവരുടെ പ്രതികരണം കൂടി കേൾക്കാം. ആരോ സാമൂഹ്യ വിരുദ്ധരെ വേണം വെച്ചിട്ട് എന്തോ ഒപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്ന്. KSRTC ആയിട്ട് എന്തെങ്കിലും ബന്ധമുള്ള വ്യക്തിയാണെന്ന് കരുതുന്നു? ഇല്ല, അതൊന്നും ഇരുന്നതില്ല. അതിപ്പോൾ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ലല്ലോ, ആരാണെന്ന് നമുക്കറിയില്ല, ഐഡിയ ഇല്ലല്ലോ. KSRTC ഭാഗത്തുനിന്നുള്ള അന്വേഷണം ആരംഭിച്ചു? ഉണ്ട്. ഏകദേശം ഒരു 3 മണിയാവും, 2:50 3 മണി ആ സമയത്താണ് വണ്ടി പെട്ടെന്ന് ഒരാളെടുത്ത് നല്ല സ്പീഡിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മെക്കാനിക് സ്റ്റാഫുകളും ഷണ്ടിങ് ഡ്രൈവറും ഞങ്ങളെല്ലാം കൂടെ ഒരു 6-7 പേരുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ സ്പീഡിൽ പോയപ്പോൾ നമ്മുടെ ഡ്രൈവർ ആയിരിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. അത്ര സ്പീഡിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ആരാണ് പറഞ്ഞു കൈ പിന്നാലെ ഓടുമ്പോൾ എനിക്ക് അയാൾ ജയമാതാ കോളേജ് 100 വഴിക്കാണ് വണ്ടി പോയത്. നൈറ്റ് ഒരു പെട്രോളിംഗ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞങ്ങൾ പറയാൻ വേണ്ടി പോകുമ്പോൾ എനിക്കും വണ്ടി ഒരു 15-20 മിനിറ്റിലാണ് ഈ മിസ്സായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ നിർദ്ദേശിച്ചു നമുക്കൊരു പരാതി കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ രാവിലെ 5 മണിക്ക് ഞാൻ പരാതി എഴുതിയിട്ട് ഇവിടെ കൊടുക്കാൻ വരുമ്പോഴാണ് പോലീസാണ് ഞങ്ങൾ അറിയിച്ചത് വണ്ടി മംഗളം ടവറിൽ കണ്ടെത്തിയിട്ടുണ്ട്, പ്രതിനെ കിട്ടിയിട്ടില്ല എന്ന് അവരാ പറഞ്ഞു. 2 മണിക്കൂർ പാലക്കാട് നഗരത്തിൽ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കേട്ടോ ഈ ബസ് ഏതായാലും കണ്ടെത്തിയത്. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, അടുത്തൊന്നും കേട്ടുകേൾവിയില്ല, പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരണം. ആരാണ് ഈ ബസ് എടുത്തു പോയത്? അത് വെറുതെ അങ്ങ് എടുത്തു പോവുകയല്ല, ഈ പറഞ്ഞതുപോലെ അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഒരു മോഷണം നടത്തിയതിനപ്പുറം നിരവധി കടകളും മതിലുകളും ഒക്കെ ഇടിച്ചു തകർത്ത സാഹചര്യമുണ്ടായി. ബസ്സിന് സാരമായ കേടുപാടുകളും പറ്റിയിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചോ? വിനീത, ആനക്കള്ള എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആന വണ്ടി കള്ള എന്നുള്ളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നും ഈ KSRTC ബസ് മോഷണം പോകുന്നത്. പുലർച്ചെ ഏകദേശം ഒരു 2:50 ഈ യാർഡിൽ വൃത്തിയാക്കുന്നതിന് വേണ്ടി എത്തിച്ച പാലക്കാട് വടക്കഞ്ചേരി റൂട്ടിലോടുന്ന KSRTCയുടെ ഓർഡിനറി ബസ് ഒരു അജ്ഞാതൻ എത്തി മോഷ്ടിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഈ KSRTC ജീവനക്കാർ പിന്നീടാണ് ഈ വിവരം അറിയുകയും ചെയ്യുന്നത്. ബസ് അമിത വേഗതയിൽ പോകുന്നത് കണ്ട് ഈ യാർഡിലെ ഷണ്ടിങ് ഡ്രൈവറായിട്ടുള്ള നാസർ അലി വിവരം അറിയുന്നു. പിന്നീട് ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെ വിവരം അറിയിച്ചു. ഇവർ ഈ പരിശോധനയ്ക്കും ഈ ബസ് കണ്ടുപിടിക്കാനൊക്കെ വരുമ്പോഴത്തേക്കും ഈ ബസ് ഇവരുടെ അടുത്തു നിന്നൊക്കെ പാലക്കാട് ഡിപ്പോയിൽ നിന്നൊക്കെ പോയി ഏറെ നേരം ആയിരുന്നു. ഇവർ പല ഭാഗത്തേക്കും പരിശോധിക്കാൻ വേണ്ടി പോയി, പക്ഷേ അവിടെ നിന്നൊന്നും ബസ് കണ്ടു കിട്ടിയില്ല. 2 മണിക്കൂറോളം ബസ്സിന് വേണ്ടി ഈ KSRTC ജീവനക്കാർ തിരച്ചിലും പരിശോധനയും നടത്തി. ഏറ്റവും ഒടുവിൽ 5 മണിയോടുകൂടി പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് ഇത്തരത്തിൽ ഈ KSRTC ബസ് മംഗളം ടവറിന് സമീപമുള്ള ആളൊഴിഞ്ഞ മേഖലയിൽ ഉണ്ട് എന്നുള്ള വിവരം KSRTC ജീവനക്കാരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് സംഘം കടന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ KSRTCയും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം യാർഡിലേക്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള KSRTC ബസ്സാണ് ഇത്തരത്തിൽ ഒരു അജ്ഞാതനെത്തി പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ മോഷണം ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ആർക്കെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയെല്ലാം കർശന നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് KSRTC ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വിനീത, ഏതായാലും 2 മണിക്കൂറാണ് ഇയാൾ ഈ ബസ് എടുത്ത് പാലക്കാട് നഗരത്തിലൂടെ ഓടിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ അബൂബക്കർ റോഡിലെ ചില കടകളും അതുപോലെ തന്നെ ചില മതിലുകളും ഇയാൾ ഇടിച്ചു തകർത്തിട്ടുണ്ട്. ഈ KSRTC ബസ്സിനും സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് നിലവിൽ ഈ ബസ് പോയിട്ടുള്ള റൂട്ടിലെല്ലാം സഞ്ചരിച്ച് അവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ച ഈ അജ്ഞാതനായിട്ടുള്ള ഈ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ഇയാളെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത്. അതാണ്, ആനക്കള്ളനല്ല ആനവണ്ടിക്കള്ളനായാലും പോലീസ് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകുന്നത്.